അല്ല, 2014 കാര്യം ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ അങ്ങോട്ട് മൊത്തത്തിൽ ശൂന്യതയാണ്, ടോട്ടലി ബ്ലാങ്ക് എന്ന് അദ്ദേഹം പറയുമ്പോൾ 2014 വരെ വളർന്ന് എത്തിയ ഒരു ഇന്ത്യ മഹാരാജ്യമുണ്ട്. അവിടെ ഭരിച്ചിരുന്നവരുണ്ട്. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഇന്ത്യയെ ഭരിച്ചവർ, ഇന്ത്യയെ നയിച്ചവർ, അവരുണ്ടാക്കിയ നേട്ടത്തിനപ്പുറത്ത് ഈ കഴിഞ്ഞ കാലയളവിൽ BJP എന്ത് നേട്ടമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു സൃഷ്ടിച്ച എന്ന് തന്നെ പറയാം IIT, IIM, NID പോലെയുള്ള ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെ ഇന്നും ഫക്രാനങ്കൽ അണക്കെട്ട് പോലെയുള്ള വലിയ വലിയ പദ്ധതികൾ, അതൊക്കെയല്ലേ ഇന്നും ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അതും കൂടി ഓർക്കണമായിരുന്നു എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. കോൺഗ്രസ് ഗവൺമെൻറ്, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ ഒരിടത്തും ഒരു പ്രതിമ കിട്ടിയില്ല. കോടികൾ, ആയിരക്കണക്കിന് കോടികൾ ചിലവാക്കി പ്രതിമ കിട്ടിയില്ല. അമ്പലം പണിയാൻ മുന്നിട്ടിറങ്ങിയില്ല. അമ്പലം പണിയുന്നതല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഭരണകർത്താക്കളുടെ ചുമതല എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തില്ല. ആ വഴിക്ക് അദ്ദേഹം തിരിഞ്ഞതേയില്ല. ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കുകയാണ് വേണ്ടത്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശവും അദ്ദേഹത്തിൻ്റെ ദൗത്യവും. ഞാനത് മാത്രമേ ഇതേക്കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ജയസൂര്യൻ പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു BJP നേതാവ് എന്ന നിലയ്ക്ക് അത് അത്ര കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഈ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് നമ്മളോടൊപ്പം സംസാരിച്ച വിഷയങ്ങൾ, ജംഷീഷിൻ്റെ ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, മോഹൻ വർഗീസ് നൽകിയ മറുപടി എടുത്തു നോക്കുകയാണെങ്കിൽ, കേരള രാഷ്ട്രീയം ശരിക്കും എൻ്റെ അഭിപ്രായം അതുതന്നെയാണ്. ഓരോ തവണയും മാറി മാറി ഭരിക്കണം. ഒരു തവണ അതായിരുന്നു വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനത കൃത്യമായ ഇടവേളകളിൽ ഭരണത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വന്നു. പക്ഷേ അത് എങ്ങനെ 2021 മാറി മറിഞ്ഞു എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷേ ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് അതിന് ശക്തിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും BJP ആ ചിത്രത്തിലെങ്ങും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ജയസൂര്യൻ ക്ഷമിക്കണം കേട്ടോ ഞാനിത് പറയുന്നതിൽ. കാരണം നമ്മളെങ്ങും കാണുന്നില്ല അതിനകത്ത്. കേരളത്തിൻ്റെ ചിത്രത്തിലെങ്ങും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയം വരിക്കാൻ, മുഖ്യമന്ത്രിയാകാൻ, ഭരണകക്ഷിയാകാൻ ശേഷിയുള്ളൊരു BJP നമുക്ക് കാണാൻ കഴിയുന്നില്ല. ജയസൂര്യൻ ക്ഷമിക്കണം, അതല്ലാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് പറയാനുള്ളത്, അടുത്ത ഭരണം രമേശ് ചെന്നിത്തല ഏറെ കൊതിച്ചിരുന്നു ഭരണം പിടിച്ചടക്കാൻ. പക്ഷെ അദ്ദേഹം വിചാരിച്ചത് ഇത് വെറുതെ ഇരുന്നാൽ മതി, സ്വർണ്ണത്തളികയിൽ വെച്ച് ജനങ്ങൾ ഭരണം നമ്മളെ ഏൽപ്പിക്കും, എനിക്ക് മുഖ്യമന്ത്രിയാവാം, എൻ്റെ സെക്രട്ടറിമാർ ഇതൊക്കെ ആയിരിക്കണം. പാവം രമേശ് ചെന്നിത്തല നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്താണേ, അദ്ദേഹം വിചാരിച്ചു പോയി, പ്രതിപക്ഷ നേതാവ്. ഇന്ന് കോൺഗ്രസിൻ്റെ അകത്തെ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ട ശക്തി, സംഘടനാശേഷി കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2, വിദ്യാർത്ഥി യുവജന സംഘടനകൾ എവിടം നിൽക്കുന്നു, എവിടം വരെ എത്തി നിൽക്കുന്നു, എവിടം വരെ വളർന്നിരിക്കുന്നു, പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത്, ഞങ്ങളൊക്കെ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി? അഖിലേ ഒന്ന് പറഞ്ഞേ അഖിലേ, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്ന്. അഖിൽ KSUവിലൂടെ വളർന്നു വന്ന ഞങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന പയ്യനാണ് കേട്ടോ. JS അഖിൽ എത്രയോ വർഷമായി കേൾക്കുന്ന പേരാണ്. അഖിലിനൊരു സീറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. അറിയാമല്ലോ, നിയമസഭാ സീറ്റ്. കോർപ്പറേഷനിൽ നിൽക്കാൻ ശേഷിയുള്ള, ജയിക്കാൻ കഴിവുള്ള KSU യൂത്ത് കോൺഗ്രസ് പിന്നെ പോട്ടെ,
ഇച്ചിരൂടെ പ്രായമുള്ള കോൺഗ്രസ്സുകാർ, ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാർ എത്ര പേർക്ക് ജയിക്കാൻ പറ്റും? ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഇതൊക്കെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വഴികൾ. അതനുസരിച്ച് വേണം. ആത്യന്തികമായി വേറൊരു ചോദ്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്ര പേരുണ്ട് കോൺഗ്രസിൽ? അതൊരു വിഷയമാണ്, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഭരണം കിട്ടുമ്പോഴത്തേക്ക് പോട്ടെ, നമ്മൾ ആവശ്യത്തിൽ കടന്നിട്ട് കാര്യമല്ല. ആത്യന്തികമായിട്ട് ഇതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനമാണ്. ഒരു ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ, അച്യുതമേനോൻ ഉദാഹരണത്തിന്, നെഹ്റുവിനെ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സ് ആണ്. വലിയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക. അച്യുതമേനോൻ 13-14 എന്തൊക്കെയാ, RCC, ശ്രീചിത്ര, കേരളം മുഴുക്കുകയും CDS, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, JNUവിൻ്റെ ഒരു ഉപഗ്രഹം പോലെയുള്ള സ്ഥാപനമാണ്. വലിയ ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. എർത്ത് സയൻസസ് തിരുവനന്തപുരത്തെ, അത് കേന്ദ്ര സ്ഥാപനമാണ്. പക്ഷേ അച്യുതമേനോൻ മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ 12-13 സ്ഥാപനങ്ങളാണ് കേരളത്തിലുണ്ടായത്. അതുപോലെയുള്ള സ്ഥാപനങ്ങൾ, വൻകിട സ്ഥാപനങ്ങൾ, തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് പ്രധാനപ്പെട്ട ഇപ്പം MBR എന്നും മാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം. CPM നേതാവായിരുന്നപ്പോഴും UDF വന്നപ്പോഴും അവിടെ മന്ത്രിയായപ്പോഴും ഒക്കെ ഇവൻ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി മുൻകൈ എടുത്തത് അദ്ദേഹം തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. ആ നിലയ്ക്ക് പിണറായി വിജയൻ മുമ്പിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ കേരളത്തിലെ പൊതുവായ ഭരണം, ഈ 5 വർഷത്തെ ഭരണം, അവർ പറയുന്നത് എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം. എൻ്റെ ധാരണ, ഒരു മികവുള്ള ഭരണാധികാരി എന്ന നിലയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് വലിയ ശേഷിയുണ്ട്, അദ്ദേഹത്തിന് ഒരു ധൈര്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്. ആ തൻ്റെ ഇടം കേരളത്തെ ഒട്ടുമട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് എങ്ങനെ അനുഭവേദ്യമായി എന്നുള്ളതാണ് വിഷയം. അതാണ് തിരഞ്ഞെടുപ്പിൽ കാണുന്നത്.